രാമായണ പുലരി. രാമായണ മാസമെന്ന് എല്ലാവരാലും ആചരിക്കപ്പെടുന്ന മാസമാണ് കർക്കിടക മാസം. ശ്രീരാമൻ്റെ വ്യക്തിപ്രഭാവവും ധർമ്മനിഷ്ഠയും നമുക്കെല്ലാവർക്കും അനുകരണീയമാവേണ്ട തരത്തിൽ ആവർത്തിച്ച് മനസ്സിലുറപ്പിക്കാനുള്ള അവസരമാണ് പ്രസ്തുത മാസം ഒരുക്കുന്നത്. പലതരത്തിലുള്ള ജീവിത സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടും പതറാത്ത രാമൻ്റെ മനോധൈര്യം നമുക്കൊക്കെ മാതൃകയാവേണ്ടതാണ്. ഏതാപത്തിലും ധർമ്മവും സത്യവും കൈവിടാത്ത രാമൻ്റെ മനസ്സുറപ്പ് ഏറെ അനുകരണീയമാവേണ്ടതാണ്. രാമൻ യുവരാജാവായി നിന്നെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു, ഒരുങ്ങിക്കൊള്ളൂ എന്ന് പറയുമ്പോഴും രാജ്യം ഉപേക്ഷിച്ച് 14 വർഷം നീ വനവാസത്തിന് പോകൂ എന്ന് പറയുമ്പോഴും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ രണ്ടിനെയും ഒരേപോലെ സ്വീകരിക്കുന്ന രാമന്റെ മനസ്സ് അനാദൃശ്യമായ മഹത്വം ഉള്ളതാണ്. നാം എല്ലാം അത്തരം മനസ്സിൻ്റെ ഉടമകളാണ് ആവേണ്ടത്. ഇവയും ഇതേപോലുള്ള അനേകം മഹത്തായ ജീവിത പാഠങ്ങളുമാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത്. രാമായണത്തിലെ മിക്കവാറും എല്ലാ സന്ദർഭങ്ങളിലും രാമൻ്റെ സ്ഥിരചിത്തതയും സമദർശിത്വവും വാത്മീകിയുടെ വർണ്ണനയ്ക്ക് വിഷയമായിട്ടുണ്ട്. രാമനെ ഒരു ഉത്തമ പുരുഷനായിട്ടാണ്, പൂർണ്ണനായ വ്യക്തിയായിട്ടാണ് വാത്മീകി രാമായണത്തിൽ വാത്മീകി അവതരിപ്പിച്ചിട്ടുള്ളത്. ദൈവമെന്ന നിലയ്ക്കല്ല, ലോകത്തിലെ ഏറ്റവും മാതൃകാ സ്വരൂപനായ വ്യക്തി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് വാത്മീകി രാമായണം തന്നെ രചിക്കപ്പെട്ടത്. രാമൻ്റെ വ്യക്തി ചിത്രണമാണ് അതിൻ്റെ ഉത്തരം. അത് വാൽമീകി രാമായണത്തിൽ സർവത്ര പലതരത്തിൽ വാൽമീകി നിർവഹിക്കുന്നത് കാണാൻ സാധിക്കും. മനുഷ്യൻ തന്നെയാണ് ദേവനും പിശാചുമാകുന്നത് എന്ന ദർശനമാണ് രാമായണത്തിലൂടെ വാൽമീകി അവതരിപ്പിക്കുന്നത്. മനസ്ഥൈര്യം, സമദർശിത്വം, ദയ, കാരുണ്യം തുടങ്ങിയ ഉദാത്ത ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞാൽ അയാൾ ദൈവത്തിന് തുല്യനാകും. അസൂയ, അത്യാഗ്രഹം, അസഹിഷ്ണുത തുടങ്ങിയവ ഒരാളിൽ കൊടുകുത്തി വാണാൽ അയാൾ പിശാചിനും ചെകുത്താനും തുല്യനാകും. മനുഷ്യനിൽ തന്നെ ഈ 2 ഭാവങ്ങളും വളർത്തിയെടുക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നിരിക്കെ മനുഷ്യനിലെ ദൈവത്തെ ഉദ്ദീപ്തമാക്കാനുള്ള ആഹ്വാനമാണ് വാൽമീകി രാമായണത്തിലൂടെ ചെയ്യുന്നത്. വാൽമീകി രാമായണത്തിൽ അയോധ്യാകാന്ഡത്തിൻ്റെ അവസാന ഭാഗത്ത് ഭരതൻ സൈന്യങ്ങളോട് കൂടിയിട്ട് ചിത്രകൂടത്തിലെത്തി. രാമനെ കണ്ട് അയോധ്യയിലേക്ക് തിരിച്ചു വന്ന് രാജ്യഭാരം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്ന ദീർഘമായ സംഭാഷണ രംഗങ്ങളുണ്ട്. അവിടെ അവസാനം 107-ാം അധ്യായത്തിൽ രാമൻ ഭരതനെ സമാശ്വസിപ്പിക്കുന്ന ശ്ലോകങ്ങൾ ഏറെ ശ്രദ്ധേയങ്ങളാണ്. ത്വം രാജ ഭവ ഭരത സ്വയം നരാണാം വന്യാനാം അഹമഭി രാജരാൺ മൃഗാണാം ഗച്ഛ ത്വം പുരവരമദ്യ സംപ്രഹൃഷ്ടഃ സംഹൃഷ്ടസ്ത്വഹമഭി ദണ്ഡകാൻ പ്രവേശേ ഛായാം തേ ദിനകരഭാഃ പ്രബാധമാനാം വർഷത്രം ഭരത കരോതു മൂർധനി ശീതാം ഏതേഷാമഹമഭി കാനനദ്രുമാണാം ഛായാം താമതിശയനീം ശ്രയിഷ്യേ ശത്രുഘ്നഃ പുലശമതിസ്തുതേ സഹായക സൗമിതിർ മമ വിദിതഃ പ്രധാനമിത്രം ചത്വാരസ്തനേവരാ വയം നരേന്ദ്രം സത്യസ്ഥം ഭരത ച രാമ
മാ വിഷാദം. അല്ലയോ ഭരത, താങ്കൾ അയോധ്യയില് ജനങ്ങളുടെ രാജാവായി വസിച്ചാലും ഞാന് കാട്ടില് മൃഗങ്ങളെ രഞ്ജിപ്പിച്ചുകൊണ്ട് സന്തോഷമായി കഴിഞ്ഞുകൊള്ളാം. താങ്കൾ സന്തോഷത്തോടു കൂടിയിട്ട് അയോധ്യാപുരിയിലേക്ക് പോയാലും ഞാന് സന്തോഷത്തോടു കൂടി ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കാം. പെൺകൊറ്റക്കുട താങ്കൾക്ക് സൂര്യരശ്മിയിൽ നിന്ന് രക്ഷ നൽകി ശീതളിമയെ പ്രദാനം ചെയ്യട്ടെ. ഏറെ സന്തോഷത്തോടുകൂടി ഞാന് കാട്ടിൽ വന്യമൃഗങ്ങളുടെ ശീതളഛായയെ ആശ്രയിച്ചു കൊള്ളാം. അയോധ്യയിൽ നിനക്ക് കൂട്ടിന് ശത്രുഘ്നനുണ്ട്. വനത്തില് എനിക്ക് കൂട്ടായിട്ട് ലക്ഷ്മണനുമുണ്ട്. അങ്ങനെ നമ്മൾ 4 പുത്രന്മാരും സത്യനിഷ്ഠനായ നമ്മുടെ പിതാവിന്റെ മാർഗത്തെ സന്തോഷത്തോടു കൂടിയിട്ട് പിന്തുടരാം. നോക്കൂ, എത്ര ഉദാത്തമായ പരികൽപ്പന. വനവും നഗരവും കാനനത്തിന്റെ ശീതളിമയും പെൺകൊറ്റക്കുടയുടെ ശീതളിമയും എല്ലാം ഒരേപോലെ, ഒരേ ഭാവത്തോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ സ്വീകരിക്കാൻ കഴിയുക. ഇതാണ് രാമനിലൂടെ, രാമായണത്തിലൂടെ വാൽമീകി നൽകുന്ന പാഠം. ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മനുഷ്യർക്ക് ആവശ്യമാണ്. ഉയർന്ന ആശയങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകുക. അത് നേടാനായിട്ട് അക്ഷീണം പ്രയത്നിക്കുക. മനുഷ്യന് ഉയർച്ചയ്ക്ക് അത് അത്യാവശ്യമാണ്. പക്ഷേ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ മനുഷ്യത്വവും നൈതികതയും ബലി കഴിപ്പിക്കപ്പെടരുത്. ഏതുയരത്തിലും ഏത് ജീവിത സന്ദർഭത്തിലും സത്യനിഷ്ഠ, നീതിബോധം, മനുഷ്യത്വം തുടങ്ങിയവ കൈവിടാതെ മുറുകെ പിടിക്കാൻ സാധിക്കണം. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ശരിയായ വളർച്ചയ്ക്കും വികാസത്തിനും അത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. എല്ലാ ഭക്തർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമചന്ദ്ര പ്രഭു കീ ജയ്.